കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഞ്ചാമത്തെ കൽപ്പന കൊല്ലാൻ പാടില്ല. യു ഷാൽ നോട്ട് കിൽ. അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, കിൽ എന്നൊരു വാക്കല്ലേ, കൊല്ലരുതേ എന്നൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കുക. ഒരു വ്യക്തിയെയും ശാരീരികമായും മാനസികമായി വേദനിപ്പിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും സങ്കടത്തിലും ഭാരത്തിലും നിങ്ങളുടെ അടിമയാക്കി മാറ്റാൻ പാടില്ല. ഓരോ വ്യക്തിയും അവനിൽ തന്നെ സ്വാതന്ത്ര്യനാണ്. കർത്താവായ ദൈവം കുരിശുമരണം സ്വീകരിച്ച ശേഷം ഓരോ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. രക്ഷിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ അടിമയായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിൻ്റെ ഡിസിഷനാണ്. നന്മയിലും അവൻ ജീവിക്കാം, തിന്മയിലും ജീവിക്കാം. അപ്പോൾ ജീവിതം ജീവിച്ചു തീർക്കാനും അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ വ്യക്തി ആഗ്രഹിക്കേണ്ടത്. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, ദൈവത്തിൻ്റെ വിശുദ്ധി അനുസരിച്ച് അവനെ തന്നെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരണമാണ് ജീവിതം. കുറവുകൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ കുറവിനേൽ അപ്പുറത്ത് ദൈവമെന്ന് വലിയൊരു ശക്തി, ദൈവമെന്ന് വലിയൊരു ആശ്രയം നമുക്കുണ്ടാകുന്നു. അപ്പോൾ ആദ്യം യു ഷാൽ നോട്ട് കിൽ എന്ന് പറയുമ്പോൾ, കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിൻ്റെ ജീവിതത്തെ മാനിക്കുക, റെസ്പെക്ട് ഫോർ എ ലൈഫ്. എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തെ ബഹുമാനിക്കുക. എല്ലാ വ്യക്തിയെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെ മാനിക്കുക, പാലിക്കുക. രണ്ടാമത്തത് അബോർഷൻ, അല്ലെങ്കിൽ ഇത്നേഷ്യ, മെർസിക്കില്ലിൻ, അല്ലെങ്കിൽ വേറെ ചില കാരണം പറഞ്ഞാൽ ഈ മദ്യം, മയക്കുമരുന്ന് കൊണ്ട് സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുക, സ്വന്തം ജീവിതത്തെ ഇല്ലാതാക്കുക. ഇതിനെല്ലാം ഉപേക്ഷിക്കുക. മൂന്നാമത്തേതായി നമ്മൾ മനസ്സിലാക്കുക, മറ്റ് വ്യക്തികളെ പാപത്തിലും പാപമുഖേന ജീവിതം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടാൻ പാടില്ല. ഞാൻ എന്ന വ്യക്തി കാരണം മറ്റൊരു വ്യക്തിയുടെ ജീവിതം നശിക്കപ്പെടാൻ പാടില്ല. എന്നാൽ മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ ശക്തിപ്പെടുത്തുക. ഈ അഞ്ചാമത്തെ കൽപ്പന നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ വ്യക്തിയുടെ ജീവൻ വിലയുള്ളതാണ്. ബഹുമാനിക്കുക. കർത്താവായ യേശു മിശിഹ കുരിശിൽ മരിച്ചുകൊണ്ടാണ്, മരണത്തിന് പ്രതിഫലമാണ് നമ്മുടെ ജീവിതം. അപ്പം ആ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക. തമ്പുരാൻ കൂടെ ഉണ്ടായിരിക്കട്ടെ. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.